നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സിൽ 2 ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതായത് ഈ റിക്വയർമെൻറ്റ്സ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോറി ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so first one is the functional requirements. These are statements of service the system should provide, how the system should react to particular inputs, and how the system should behave in particular situation. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് അല്ലേ. അതായത് ദ സിസ്റ്റം വാട്ട് ആർ ദി വേരിയസ് സർവീസസ് ദ സിസ്റ്റം ഷുഡ് പ്രൊവൈഡ്. സിസ്റ്റം എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഹൗ ദ സിസ്റ്റം റിയാക്ട് ടു സർട്ടൻ കൈൻഡ് ഓഫ് ഇൻപുട്ട് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്ത് അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. ആൻഡ് ഹൗ ദ സിസ്റ്റം ഷുഡ് ബിഹേവ് ഇൻ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അതായത് എന്തൊക്കെ ഫങ്ഷൻസാണ് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടത് എന്നുള്ളതാണ് ആക്ച്വലി ആ ഫങ്ഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, so in some cases the functional requirements may also explicitly state what the system should not do. അപ്പോൾ ചില കേസുകൾ നോർമലി എന്തൊക്കെയാണ് പറയുക, സിസ്റ്റം എന്തൊക്കെ ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ചില കേസുകളിൽ സിസ്റ്റം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് കൂടി എന്തിൽ സ്പെസിഫൈ ചെയ്യും, നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റിൽ സ്പെസിഫൈ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പം വാട്ട് സിസ്റ്റം ഷുഡ് ഡു അല്ലേ, അല്ലെങ്കിൽ വാട്ട് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് എന്നുള്ളതാണ് എന്തിലുണ്ടാവുക, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ ഉണ്ടാവുക. രണ്ടാമത് വരുന്നതാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. These are constraints on the services or functions offered by the system. ആ സിസ്റ്റം ഓഫർ ചെയ്യുന്ന കുറച്ച് സർവീസസ് ഉണ്ടാവുമല്ലോ, നമ്മൾ യൂസർ പറയുന്ന ഫങ്ഷൻസ് അല്ലാണ്ട് സിസ്റ്റം ഓഫർ ചെയ്യുന്ന സർവീസസും അതുപോലെ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന കൺസ്ട്രെയിൻസും ഉണ്ടാവും അല്ലേ. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ലേ കൺസ്ട്രെയിൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത്. ആൻഡ് ദേ ഇൻക്ലൂഡ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഇമ്പോസ് ബൈ സ്റ്റാൻഡേർഡ്സ്. അതിൽ വരുന്ന കുറച്ച് കൺസ്ട്രെയിൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ടൈമിംഗ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അത് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ദെൻ കൺസ്ട്രെയിൻസ് ഓൺ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, എന്ത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതാണ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺസ്ട്രെയിൻസ് ഓൺ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഇസ് ദ കൺസ്ട്രെയിൻറ്റ് ഇമ്പോസ് ബൈ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമുക്ക് സർട്ടൈൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന വേരിയസ് കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മളെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ, non-functional requirements often apply to the system as a whole rather than individual system features or services. അപ്പോൾ ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിനെ മൊത്തമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിസ്റ്റം ആസ് എ ഹോൾ അങ്ങനെയാണ് അത് നമ്മളെപ്പോഴും പറയുക, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ സർവീസായിട്ടും അങ്ങനെയല്ല. ആസ് സിസ്റ്റം ആസ് എ ഹോൾ ആയിട്ടാണ് നമ്മൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. യൂസർ റിക്വയർമെൻറ്റ്സും ഉണ്ട്, സിസ്റ്റം റിക്വയർമെൻറ്റ്സും ഉണ്ട്. യൂസറിന് വേണ്ട കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അത് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന മീൻസ്, അല്ലെങ്കിൽ യൂസർ റിക്വയർമെൻറ്റ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ ക്ലയൻറ്റ് മാനേജേഴ്സിൻ്റെ അടുത്ത് കിട്ടും, സിസ്റ്റം എൻഡ് യൂസേഴ്സ്, ക്ലയൻറ്റ് എൻജിനീയേഴ്സ്,
കോൺട്രാക്ടർ, മാനേജർ, സിസ്റ്റം ആർക്കിടെക്ട്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? യൂസർ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാം. അതുപോലെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആണെങ്കിലോ അത് കളക്ട് ചെയ്യുന്നത് സിസ്റ്റം എൻഡ് യൂസേഴ്സ്, ക്ലയൻറ്റ് എഞ്ചിനീയേഴ്സ്, സിസ്റ്റം ആർക്കിടെക്ട്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. മറ്റേത് യൂസർക്ക്, അതായത് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത് അത് അവരുടെ അടുത്ത് തന്നെയാണ് കളക്ട് ചെയ്യുക അല്ലേ? അതിന് നമ്മൾ യൂസർ റിക്വയർമെൻറ്റ്സ് പറയും. അതുപോലെ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ട ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണോ അതാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക. അത് ഈ പറഞ്ഞ പോലെയുള്ള ഡെവലപ്മെൻറ്റ് ടീം അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഓരോ റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇസ് ദി ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. The functional requirement for a system describes what the system should do. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, സിസ്റ്റം എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ what should be the functions that the system should exhibit. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ സിസ്റ്റം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ ഉണ്ടാവുക. And these requirements depend on the type of software being developed, the expected users of the software, and the general approach taken by the organization when writing requirement. അപ്പോൾ ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? ദ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ബീങ് ഡെവലപ്ഡ്, എന്ത് സോഫ്റ്റ്വെയർ ആണ്, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ എക്സ്പെക്റ്റഡ് യൂസേഴ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത യൂസേഴ്സ് ആരൊക്കെയാണ്. ആൻഡ് ദ ജനറൽ അപ്രോച്ച് ടേക്കൺ ബൈ ദി ഓർഗനൈസേഷൻ, ഈ ഇതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്ത് അപ്രോച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. Okay, and when expressed as user requirement, functional requirements are usually described in an abstract way that can be understood by the system user. അപ്പോൾ ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മളൊരു യൂസർ റിക്വയർമെൻ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ യൂസേഴ്സിന് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. However, more specific functional system requirements describe the system functions, its inputs and outputs, exception, etc. in detail. അതല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് യൂസർ റിക്വയർമെൻറ്റ്സ് അല്ലേ, യൂസർ റിക്വയർമെൻറ്റ്സ് ആണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞതെങ്കിലാണ് യൂസർക്ക് ഈസിലി അത് മനസ്സിലാവുമെന്ന് പറഞ്ഞത്. ഇഫ് ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഇസ് സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സിസ്റ്റം റിക്വയർമെൻ്റ് ആണെന്ന് വിചാരിക്കുക, സിസ്റ്റം റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ആ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ അതിലുണ്ടാവുക. സോ അത് കുറച്ചും കൂടി ആസ് യൂസേഴ്സ് അവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക, സിസ്റ്റത്തിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് സിസ്റ്റത്തിന് വേണം, അതിലെന്ത് ഇൻപുട്ടാണ് വരിക, എന്തൊക്കെ ഔട്ട്പുട്ടാണ് വരിക, അതിലെന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടാവുമോ, അപ്പോൾ ഈ എക്സെപ്ഷൻ എന്താണ്, എങ്ങനെ എങ്ങനത്തെ ഇൻപുട്ടാണ് കൊടുക്കുക, എങ്ങനത്തെ ഔട്ട്പുട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസേഴ്സിന് അത്ര ക്ലിയർ ആയിരിക്കണം എന്നില്ല. കാരണം അത് കുറച്ചും കൂടി ഈസി അല്ലെങ്കിൽ കുറച്ചും കൂടി അത് മനസ്സിലാവുന്നത് ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അല്ലേ, ഡെവലപ്പേഴ്സൊക്കെ ആയിരിക്കും. സോ നമ്മൾ ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വഴി യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നെങ്കിൽ യൂസേഴ്സിന് പെട്ടെന്ന് അത് മനസ്സിലാവും. വേറാസ് സിസ്റ്റം റിക്വയർമെൻ്റ് ആണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വഴി സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ ദി യൂസേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. Okay, functional system requirements vary from general requirements covering what the system should do to very specific requirement reflecting local ways of working or an organization's existing system. അപ്പോൾ ഈ ഫങ്ഷണൽ സിസ്റ്റം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ജനറൽ റിക്വയർമെൻ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ജനറൽ ആയിട്ട് പറയാം. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും, അതായത് ഫങ്ഷൻ ഓവറോളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സിസ്റ്റത്തിന് വേണ്ടത്, സിസ്റ്റത്തിന് എന്തൊക്കെ ഫങ്ഷണാലിറ്റീസാണ് വേണ്ടതെന്നൊക്കെ ഒരു ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്താണ്, നമുക്കതിനെ
സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. വെരി സ്പെസിഫിക് ആയിട്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ സ്പെസിഫൈ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും. മറ്റേ നമ്മൾ ജനറലായിട്ട് പറയുകയാണ്. ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിനെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിയർ ആർ എക്സാമ്പിൾസ് ഓഫ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഫോർ MHC PMS സിസ്റ്റം. ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. കണ്ട കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. യൂസ് ടു മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യൻസ് റിസീവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെയുള്ള പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് റിസീവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ അവിടുത്തെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇതിൽ പറയുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. എ യൂസർ ഷാൽ ബി ഏബിൾ ടു സെർച്ച് അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ് ഫോർ ഓൾ ക്ലിനിക്സ്. യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാ ക്ലിനിക്സിലുള്ള അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റണം. അതായത് ഈ ഒരു ഹോസ്പിറ്റലിനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലിനിക്കുകളുടെയും എന്ത് വേണം? അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ് നമ്മളെ ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ ഒരു യൂസർക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. രണ്ടാമത് എന്താ പറയുന്നത്? ദ സിസ്റ്റം ഷാൾ ജനറേറ്റ് ഈച്ച് ഡേ ഫോർ ഈച്ച് ക്ലിനിക് എ ലിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ എക്സ്പെക്റ്റഡ് ടു അറ്റൻഡ് അപ്പോയിൻമെൻറ്റ്സ് ദാറ്റ് ഡേ. രണ്ടാമത് എന്ത് ഫങ്ഷനാണ് വേണ്ടത്? ഓരോ ക്ലിനിക്കിലും എന്ത് ജനറേറ്റ് ചെയ്യണം? ഡെയിലി എത്ര പേര് അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നല്ല, എത്ര ക്ലിനിക്സ് ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ ക്ലിനിക്കുകളിൽ നിന്നും ആ ഓരോ ക്ലിനിക്കിലേക്കും എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്, എത്ര അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം. അതൊരു ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണല്ലോ അല്ലേ. അതുപോലെ വരെ തേർഡ് ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ് each staff member using the system shall be uniquely identified by his or her 8-digit employee number. മൂന്നാമത്തെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്താ പറയുന്നത്? ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഏതൊരു എംപ്ലോയി ആയിക്കോട്ടെ ആ എംപ്ലോയിനെ ഓത്തറൈസ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കയറണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? അവരുടെ എംപ്ലോയി നമ്പർ 8 ഡിജിറ്റ് വരുന്ന എംപ്ലോയി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ ഒരു പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ ജനറലായിട്ട് പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഒന്നെങ്കിൽ ജനറൽ വേയിലും പറയാൻ പറ്റും, രണ്ടാമത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ജനറലായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. Okay. These functional user requirements define specific facilities to be provided by the system. അല്ലേ? അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് കണ്ടുള്ള എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. സോ the functional requirement specification of a system should be both complete and consistent. ഒരു സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, എല്ലാം സ്പെസിഫൈ ചെയ്യണം അല്ലേ. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻറ്റും ആയിരിക്കണം. കംപ്ലീറ്റ്നെസ് മീൻസ് ദാറ്റ് ഓൾ സർവീസസ് റിക്വയർഡ് ബൈ ദ യൂസർ ഷുഡ് ബി ഡിഫൈൻഡ്. ഒരു യൂസർക്ക് എന്തൊക്കെ സർവീസസ് വേണം അത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം. ആൻഡ് കൺസിസ്റ്റൻസി മീൻസ് ദാറ്റ് റിക്വയർമെൻറ്റ് ഷുഡ് നോട്ട് ഹാവ് കോൺട്രഡിക്റ്ററി ഡെഫിനിഷൻസ്. റിക്വയർമെൻറ്റ്സിന് കോൺട്രഡിക്റ്ററി, ഒരു സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞു വേറെ സ്ഥലത്ത് വേറെ കാര്യം, അങ്ങനെ പറ്റില്ല.
അതായത് ഈ റിക്വയർമെൻറ്റ്സ് എവിടെ പറയുന്ന റിക്വയർമെൻറ്റും കറക്റ്റായിരിക്കണം. ഒരു റിക്വയർമെൻറ്റിന് തന്നെ 2 ഡെഫിനേഷൻ വരാൻ പാടില്ല, കോൺട്രഡിക്റ്ററി ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിന് വേണ്ട 2 ഫീച്ചേഴ്സാണ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. Okay, but in practice for large complex systems it is practically impossible to achieve these requirements achieve requirement consistency and completeness. അപ്പോൾ വലിയ കോംപ്ലക്സ് സിസ്റ്റംസ് ഒക്കെ ചെയ്യുമ്പം അവിടെ റിക്വയർമെൻറ്റ് കൺസിസ്റ്റൻസിയും അതുപോലെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ്നെസ്സും അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് തന്നെ പറയാം. ഓക്കെ, ആൻഡ് വൺ റീസൺ ഫോർ ദിസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഒമിഷൻസ് വെൻ റൈറ്റിംഗ് സ്പെസിഫിക്കേഷൻ ഫോർ കോംപ്ലക്സ് സിസ്റ്റം. അതിൻ്റെ ഒരു കാരണം എന്താ പറയുന്നത്, നമ്മൾ ഈ വലിയ കോംപ്ലക്സ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ റൈറ്റ് ചെയ്യുമ്പം അതിൽ മിസ്റ്റേക്സ് വരാനും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒമിറ്റ് ചെയ്ത് പോകാൻ, മിസ്സായി പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ രണ്ടാമത്തെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, കോംപ്ലക്സ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, ആൻഡ് ദ റീസൺ ഇസ് ദാറ്റ് ദർ ആർ മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ ലാർജ് സിസ്റ്റം ആൻഡ് എ സ്റ്റേക്ക് ഹോൾഡർ ഇസ് എ പേഴ്സൺ ഓർ റോൾ ദാറ്റ് ഇസ് അഫക്റ്റഡ് ബൈ ദ സിസ്റ്റം ഇൻ സം വേ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ആൻഡ് ഓഫൺ ഇൻകൺസിസ്റ്റൻറ്റ് നീഡ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് തന്നെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് അവരിലേക്കാണ് വരിക അല്ലേ. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ പറയാൻ ചാൻസ് ഉള്ളത്. ആൻഡ് ദീസ് ഇൻകൺസിസ്റ്റൻസീസ് മേ നോട്ട് ബി obvious when the requirements are first specified, so inconsistent requirements are included in the specification. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷണൽ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ എന്തോ ഇൻക്ലൂഡ് ചെയ്യാം, നമുക്ക് ഇൻകൺസിസ്റ്റൻറ്റ് റിക്വയർമെൻ്റ് ആണെങ്കിൽ കൂടി അതും നമുക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡിങ് ദി ഫങ്ഷണാലിറ്റി ഓഫ് എ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി എങ്ങനെ വേണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Okay, thank you.